യുവാവിന് നേർക്ക് ബന്ധു നിറയൊഴിച്ചു. മംഗലത്ത് നവീനാണ് വെടിയേറ്റത്. യുവാവ് ഗുരുതരാവസ്ഥയിലാണ്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. ഇപ്പോൾ ഒരു മണിയോടുകൂടി ഇവിടെ ഇവർ തമ്മിൽ നേരത്തെ പ്രശ്നമുണ്ട്. ഇവർ തമ്മിൽ നേരത്തെ ഒരു കുടുംബ പ്രശ്നം നിൽക്കുന്നുണ്ട്. ഇവർ അനിയനും ചേട്ടനും കസിൻസാണ് പ്രശ്നം നിൽക്കുന്നുണ്ട്. നേരത്തെ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, അത് ഇടപെട്ടിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നിലയൊക്കെ തന്നെ ഇന്നലെ രാത്രി ഈ കറക്റ്റ് സംഭവം എനിക്കറിയില്ല. എന്നാലും ഇന്നലെ ഈ വണ്ടിയായിട്ട് വരികയും അപ്പോൾ അവർ തമ്മിൽ എന്തോ സംസാരം ഉണ്ടാവുകയും അതിൻ്റെ സാഹചര്യത്തിൽ മറ്റേ നവീൻ എന്ന് പറയുന്ന വെടി കൊണ്ടയാളെ കിഷോർ എന്ന് പറഞ്ഞ ആള് വെടിവെച്ചു. അപ്പോൾ ഇവിടെ നിന്ന് വെടിവെച്ചിട്ട് ആളുടെ ഇതിലെ വെടിയുണ്ട കയറി വെടിയുണ്ട ഇതിൽ വന്നു. കൂടുതൽ വിവരങ്ങളുമായി ജെയിനിസ് രാജു ചേരുന്നു. ജെയിൻ, ഇത് കടാതി എന്ന സ്ഥലത്താണ് സംഭവം അല്ലേ? ഇത് എന്തായിരുന്നു ഇതിന് പിന്നിൽ? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? മോത്തി, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അർദ്ധ സഹോദരങ്ങളാണ് ഇവർ രണ്ടുപേരും. വെടിയേറ്റ ആളും അതോടൊപ്പം തന്നെ വെടിവെച്ച ആളും. ഇവർ തമ്മിൽ സ്ഥിരം ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഇതിനു മുമ്പും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള വെടിവെപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ജനപ്രതിനിധികളടക്കം പറയുന്നത്. അവർ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും തർക്കമുണ്ടാകുമ്പോൾ കിഷോർ അയാളുടെ കയ്യിൽ 2 തോക്കുകളുണ്ട്. ഒരു റൈഫിളും അതോടൊപ്പം തന്നെ ഒരു പിസ്റ്റളും. ഈ പിസ്റ്റൾ ഉപയോഗിച്ചുകൊണ്ടാണ് വെടി വെച്ചിരിക്കുന്നത്. ഇന്നലെ ഇതിനു മുമ്പും സമാനമായി വീടിന് നേരെ വെടിവെച്ചിരുന്നു. അന്ന് ഇവരെല്ലാം പരാതി നൽകാൻ പറഞ്ഞിരുന്നു. പക്ഷേ ബന്ധുക്കളായതുകൊണ്ട് തന്നെ ഇവർ പരാതി നൽകിയിരുന്നില്ല. ഇന്നലെ രാത്രി പുറത്തുപോയി വന്ന കിഷോർ വീട്ടിലേക്ക് വാഹനം കയറ്റുന്നതിനിടയിലാണ് ഈ തർക്കമുണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കിഷോറിന്റെ വാഹനമാണ് ഈ കിടക്കുന്നത്. ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നവീന് നേരെ വെടിവെക്കുകയായിരുന്നു. നവീന്റെ ശരീരത്തിലൂടെ തുളച്ചു കയറിയ ബുള്ളറ്റ് പുറത്ത് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്ക് തന്നെയാണ് ഏറ്റിരിക്കുന്നത്. പെട്ടെന്നുണ്ടായ പ്രകോപനം എന്താണ് എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുകയാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിസാര തർക്കങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറ്. അത് മദ്യപിച്ച ശേഷം പിന്നീട് അതൊരു വലിയ തർക്കത്തിലേക്കും പ്രശ്നങ്ങളിലേക്കുമായി പോകുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും 2 തരത്തിലുള്ള തോക്കുകളാണ് ഉണ്ടായിരുന്നത്. ഒരു ടോൾബോർ റൈഫിളും അതോടൊപ്പം തന്നെ 3-2 ഗണത്തിൽ വരുന്ന പിസ്റ്റളുമാണ് ഇയാളുടെ കൈവശമുള്ളത്. കിഷോർ, അതായത് വെടിവെച്ചയാൾ, മുട്ടം റൈഫിൾ ക്ലബിലെ അംഗം കൂടിയാണ്. 2 ദിവസം മുമ്പ് ഈ പുതിയ വാഹനത്തിൽ ഒട്ടിക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റിക്കർ അവിടെ പോയി വാങ്ങിയിരുന്നു. പക്ഷേ ഈ തോക്കിൽ ഉപയോഗിക്കുന്ന ബുള്ളറ്റുകൾ അവിടെ നിന്നല്ല നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ പുറത്തേതെങ്കിലും ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇത്തരം വെടിയുണ്ടകൾ വിൽക്കുന്ന സ്ഥലത്ത് നിന്നായിരിക്കും വാങ്ങിയിരിക്കുക. എന്തായാലും പിസ്റ്റളുമായിട്ടാണ് കിഷോർ പുറത്തേക്ക് പോയതും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവശം മുഴുവൻ സമയവും പിസ്റ്റൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ 2 പിസ്റ്റളിനും ലൈസൻസ് ഉള്ളതാണ്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ DYSP അടക്കം ഇവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്.